Hello guys, welcome to market analysis video. Today 15th May Wednesday. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് വീക്കിൽ ഒരു ഷാർപ്പ് സെല്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ വീക്ക് തുടക്കം മുതൽ തന്നെ മാർക്കറ്റ് ഒരു മേജർ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസം നല്ലൊരു അപ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലൊരു ബൈയിങ് സിങ് ആണ് കഴിഞ്ഞ 2 ട്രേഡിംഗ് ഡേയിൽ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ബേസിലാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എക്സാക്ട്ലി ഇന്ന് അതാണ് മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ പറയാനുള്ള കാരണം, മാർക്കറ്റ് ഒരു ഷാർപ്പ് സെല്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സ്ഡ് വരികയാണെങ്കിൽ പോലും മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ സാധ്യതയില്ല. കഴിഞ്ഞ 2 ദിവസം നല്ലൊരു ബൈയിങ് നമുക്ക് തന്നതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മൾ സെല്ലിംഗ് സൈഡാണ് നമ്മളത്തെ ഈ ഒരു ട്രേഡിംഗ് ഡേയിൽ നമ്മൾ നോക്കുന്നത്. എക്സാക്ട്ലി പറഞ്ഞത്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വീക്കായിട്ട് ബൈയിങ് സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് ഒരു ട്രേഡ് പോസിബിലിറ്റി ഉണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് തന്നു, പക്ഷെ വീക്ക് ബൈയിങ് തന്നെയായിരുന്നു. പിന്നെ 22,300 ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്നൊരു അഗ്രസീവ് സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇത്തരം ഷാർപ്പ് സെല്ലിംഗ് ഒക്കെ വരുമ്പോൾ നമുക്കത് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും. അതിനുശേഷം മാർക്കറ്റിൽ മേജർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് കൺസോളിഡേഷൻ നടക്കുകയായിരുന്നു നിഫ്റ്റിയിൽ. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നമുക്ക് വലിയ മൂവ്മെൻ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാനിനനുസരിച്ച് ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും വന്നിരുന്നു. എനിവേ, നമുക്ക് ഇനി അടുത്ത ഇന്നത്തെ ട്രേഡിങ്ങിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ട്രേഡിങ്ങിൽ ബെസ്റ്റ് ട്രേഡ് ഏതാണെന്നൊക്കെ നോക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഡെയിലി ക്യാൻഡിൽ ഒന്ന് പോയിട്ട് നിഫ്റ്റിയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ ഡെയിലി ക്യാൻഡിലിൻ്റെ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു മേജർ സെല്ലിങ്സിങ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ, അതായത് ഈ വീക്കിൽ തിങ്കളാഴ്ച മുതൽ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റിവേഴ്സ് ജസ്റ്റ് ഒരു സെല്ലിങ്, ഈ ഒരു വലിയൊരു സെല്ലിങ്ങിന് ശേഷമുള്ള ഒരു പുൾ ബാക്ക് മാത്രമാണോ, ഇനി അതല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് സൈഡ് പോകുമോ എന്നുള്ള ഒരു ഡിസിഷൻ നാളത്തെ ട്രേഡിംഗ് സെക്ഷനിലായിരിക്കും, അതായത് നാളത്തെ ട്രേഡിംഗ് ഡേ ആയിരിക്കും മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു 2 ദിവസത്തെ ബൈയിങ് സ്വിങ് കഴിഞ്ഞിട്ട്, ബൈയിങ് ട്രെൻഡ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് പോസ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് അതെല്ലാം ഇനിയും താഴോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈനാണ് മാർക്കറ്റ് തരുന്നതെങ്കിൽ ഇനിയും മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് കൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി അതല്ല, ഇവിടുന്ന് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു അപ്പ് സൈഡ് ട്രെൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ മേജറായിട്ട് ഇന്നത്തെ ഇതിൽ നോക്കാനുള്ളത്. പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ പിന്നെയും സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ 2, പക്ഷേ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഒരു വീക്ക്നെസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ട്, ഇനി ഇവിടുന്ന് വീണ്ടും ഒരു റിവേഴ്സൽ മാർക്കറ്റ് കാണിക്കുമോ എന്നുള്ളത് നമുക്ക് നാളത്തെ സെക്ഷനിൽ കൂടി മാത്രമേ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതിനനുസരിച്ച് തന്നെ നമുക്ക് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ ചെയ്യാം. കാരണം ട്രേഡിംഗ് പ്ലാൻ നാളത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ നമുക്ക് ഇന്നത്തെ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റ് ഇന്നത്തെ
ഹൈയും ലോയും മാർക്ക് ചെയ്യണം. ഹൈ നമുക്ക് നോക്കാനുള്ളത് 22,300 എന്ന മേജർ ലെവലാണ്. ഇതൊരു വെരി ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഇന്ന് കാണാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് ഒരു ഷാർപ്പ് സെല്ലിങ്, അതായത് അഗ്രസീവ് സെല്ലിംഗ് ആണ് ആ ഒരു ലെവൽ ടച്ച് ചെയ്ത ഉടനെ മാർക്കറ്റ് ഇന്ന് കാണിച്ചത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ആ ഒരു ലെവൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നാളത്തിന് ആ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു റാലി എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഹയർ ലെവലിലേക്ക്, അതായത് ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾക്ക് നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു 22,300 മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈയിങ് സൈഡ് ട്രേഡ് നമുക്ക് നോക്കാം. ഇനി അതല്ല, മാർക്കറ്റ് ഇന്നത്തെ പോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇവിടെ ഒരു റീടെസ്റ്റ് ഒക്കെ നടത്തി വീണ്ടും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് നോക്കാം. കാരണം വേറെ ഒരു ഇതിൻ്റെ അകത്തുള്ള ട്രേഡ് കുറച്ച് റിസ്കി ട്രേഡ് ആയിരിക്കും. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഡയറക്ഷൻ അറിയാതെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് നമ്മുടെ ട്രേഡ് നമ്മൾക്ക് പെട്ടെന്ന് ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ആദ്യം അറിയുക. ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിനകത്ത് തന്നെ ചിലപ്പോൾ ട്രേഡ് കിട്ടുകയാണെങ്കിൽ ചെറിയ ട്രേഡുകൾ മാത്രമേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ മുകളിലോട്ട് പോയി ഈ ഒരു ലെവലൊന്നും ടെസ്റ്റ് ചെയ്യാതെ ഒരു വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ വീണ്ടും ആ ഒരു ലോവർ ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഒരു സേഫ് ആയിട്ടുള്ള ട്രേഡ് എടുക്കുന്നതൊക്കെ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്തതിന് ശേഷം ഒരു ട്രേഡ് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇപ്പോഴും വിക്സ്, ഇന്ത്യ വിക്സ് 20ൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതും ഒരു ബിയറിഷ് സൈൻ തന്നെയാണ് മാർക്കറ്റ് കാണിക്കുന്നത്. കാരണം ഇന്ത്യ വിക്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ പേരന്നെ ഒരു ഫിയർ ഇൻഡെക്സ് എന്നാണ് ഇന്ത്യ വിക്സിനെ വിളിക്കുന്നത്. സോ ഫിയർ കൂടുന്നതനുസരിച്ച് നല്ല സെല്ലിംഗ് പ്രഷറും മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ FII ഇന്നും സെല്ലിംഗ് സൈഡ് തന്നെയാണ്, അവരിന്ന് സെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ DIIൻ്റെ ബൈ വാങ്ങിയ വാല്യൂ FII സെല്ല് ചെയ്തതിനേക്കാൾ കൂടുതലാണ്. അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ബാങ്കിങ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറും വീക്കാണ്. പ്രൈവറ്റ് ബാങ്കിങ് ഒക്കെ വളരെ ഒരു വീക്കായിട്ട് തന്നെയാണ്. പക്ഷേ അതൊക്കെ ഒരു ചേഞ്ച് ആയാൽ മാത്രം മാർക്കറ്റ് ഇനിയൊരു അപ്സൈഡിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. എനിവേ നമുക്ക് നാളെയാണ് ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടിയാണ്. സോ അതൊക്കെ മനസ്സിലോർത്തുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുക, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.